സൺഡേ ശാലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ന്യൂക്ലിയർ പീസ് ടോക്കിൻ്റെ 5ാം റൗണ്ട് ഇന്നലെ റോമിൽ കഴിഞ്ഞു. അപ്പോൾ 4 റൗണ്ടുകൾ മുൻപ് കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഈ റൗണ്ടിന് ശേഷം കാര്യമായ പ്രസ്താവനകളൊന്നും രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ രണ്ടുപേരും പറഞ്ഞത് സ്ലൈറ്റ് പ്രോഗ്രസ് എന്നാണ്. ഇതിനെ മീഡിയേറ്റ് ചെയ്തിട്ടുള്ള ഒമാനും പറഞ്ഞത് ദർ ഇസ് എ സ്ലൈറ്റ് പ്രോഗ്രസ് എന്നാണ്, ചെറിയ ഒരു പുരോഗതി, വലിയ ആവേശം ഒരു ഭാഗത്ത് കാണാനില്ല. അബ്ബാസ് അക്കാച്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രി, കുറച്ചും കൂടി പ്ലെയിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നോ ന്യൂക്ലിയർ വെപ്പൺ വി ക്യാൻ ഹാവ് എ ഡീൽ, നോ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് വി കനോട്ട് ഹാവ് എ ഡീൽ. അതായത് ന്യൂക്ലിയർ വെപ്പൺ ഇറാൻ ഉണ്ടാക്കേണ്ട എന്നുള്ളൊരു കണ്ടീഷനിൽ നമുക്ക് ഡീല് ആവാം. നേരെ മറിച്ച് യുറേനിയം എൻറിച്ച്മെന്റ് പൂർണ്ണമായും ഇറാൻ നിർത്തണമെന്നാണ് പറയുന്നതെങ്കിൽ ഒരു ഡീലിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഇതാണ് അക്കാച്ചി പറഞ്ഞത്. ഇതിൻ്റെ മേലെയാണ് ഈ വിഷയം തട്ടി നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് 3.75% വരെയുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത് പീസ് പർപ്പസിനുള്ള എൻറിച്ച്മെന്റ് ആണ്. ആ ലെവൽ വരെയുള്ള എൻറിച്ച്മെന്റ് ഇറാൻ അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഡിമാൻഡ്. അതിനപ്പുറത്തേക്കുള്ള എൻറിച്ച്മെന്റുകൾ ഞങ്ങൾക്ക് വേണ്ട. 3.75% വരെയുള്ള എൻറിച്ച്മെന്റ് ഞങ്ങൾക്ക് വേണം, അത് പീസ് പർപ്പസിനുള്ളതാണ്, അത് ഞങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇറാന്റെ സ്റ്റാൻഡ്. നേരെ മറിച്ച് അമേരിക്കയുടെ സ്റ്റാൻഡ് എൻറിച്ച്മെന്റ് വേണ്ടേ വേണ്ട, നിങ്ങൾക്ക് പീസ് പർപ്പസിന് ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കാം, അതിനാവശ്യമായ 3.75% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം, ആരും തന്നില്ല ഞങ്ങൾ തരാം, ഐദർ ഫ്രം റഷ്യ ഓർ ഫ്രം എനി അതർ കൺട്രി യു റിക്വയർ ഓർ ഫ്രം അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ തരാം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അപ്പോൾ ഇതിൽ തട്ടിയാണ് ഇപ്പോൾ ഈ ടോക്ക് നിൽക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിന് പുറകിൽ നിശ്ചയമായും ഇസ്രായേൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം 3.75% വരെ എൻറിച്ച്മെന്റ് അനുവദിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക. ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ഉറപ്പുണ്ട്, ഈ 3.75 എന്നുള്ള എൻറിച്ച്മെന്റ് ഇവർക്ക് അനുവദിച്ചു കൊടുത്താൽ ഈ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, അതായത് എൻറിച്ച്മെന്റ് ഫെസിലിറ്റി അവരുടെ രാജ്യത്ത് അനുവദിച്ചു കൊടുത്തു എന്നതിനർത്ഥം ആ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി നിശ്ചയമായും അവർ ഫർദർ എൻറിച്ച്മെന്റിന് ഉപയോഗിക്കുകയും അവർ മേലോട്ടുള്ള ഹയർ പെർസെൻറ്റേജ് ഓഫ് എൻറിച്ച്മെന്റിലേക്ക് അവർ പോവുകയും ചെയ്യും എന്നുള്ളൊരു ബോധ്യമാണ് ഇസ്രായേലിനുള്ളത്. 3.75 എന്നുള്ളത് പീസ് പർപ്പസിനുള്ള എൻറിച്ച്മെന്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ 60% എന്ന് പറയുമ്പോൾ അത് വെപ്പൺ ഗ്രേഡ് യുറേനിയമായി, 90% എന്ന് പറയുമ്പോൾ അത് ബോംബ് ഗ്രേഡ് യുറേനിയമായി. ഇപ്പോൾ ഇറാന്റെ കയ്യിൽ ബോംബ് ഗ്രേഡ് യുറേനിയം 90% എൻറിച്ച് ചെയ്തിട്ടുള്ള ബോംബ് ഗ്രേഡ് യുറേനിയം അവരുടെ രാജ്യത്ത് തന്നെ എൻറിച്ച് ചെയ്തെടുത്തത് അവരുടെ കയ്യിലുണ്ട് എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത്. അങ്ങനെ ഇല്ല എന്ന് ഇറാനും പറയുന്നുണ്ട്. പക്ഷേ ചില നേതാക്കന്മാരുടെ വായിൽ നിന്ന് ഞങ്ങളിൽ ഇഷ്ടം പോലെ യുറേനിയം 90% എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്നും ഞങ്ങൾ ഇപ്പോൾ തന്നെ ബോംബ് ഉണ്ടാക്കി ഇസ്രായേലിന്റെ തലയിലിടും എന്നൊക്കെയുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ശരിതെറ്റുകളിലേക്ക് പോകണ്ട. എന്തായാലും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് 90% യുറേനിയം ഇറാന്റെ കയ്യിൽ നിശ്ചയമായും ബോംബ് ഗ്രേഡ് യുറേനിയം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇതുവരെ കണക്ക്. എന്താണ് ഈ ബോംബ് ഗ്രേഡ് യുറേനിയവും 3.75% യുറേനിയവും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയുന്നത് പോലെ യുറേനിയം ആറ്റവുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. യുറേനിയം ആറ്റം എന്ന് പറയുന്നത്, ഒരു ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസും പിന്നെ അതിന് പുറത്ത് ചുറ്റിത്തിരിയുന്ന ഇലക്ട്രോണുകളും ഉള്ളതാണ്. നമുക്ക് സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ച് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇലക്ട്രോണുകളുടെ നമ്പർ അഥവാ പ്രോട്ടോണുകളുടെ നമ്പർ, അതിനെ നമ്മൾ ആറ്റോമിക് നമ്പർ എന്നാണ് വിളിക്കുന്നത്. വേറെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ, ഇത് രണ്ടും ന്യൂക്ലിയസിനകത്താണുള്ളത്. പ്രോട്ടോണും ന്യൂട്രോണും ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനുള്ളിലാണുള്ളത്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കമ്പൈൻഡ് എണ്ണം, പ്രോട്ടോണിന്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണം, അതിനെയാണ് ആറ്റോമിക് വെയിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ആറ്റോമിക് വെയിറ്റും ആറ്റോമിക് നമ്പറും ഉണ്ട്. ഒരു ആറ്റം ഏത് ആറ്റമാണ് അല്ലെങ്കിൽ അവൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇരിക്കുന്നത് ആറ്റോമിക് നമ്പറിലാണ്. അപ്പോൾ യുറേനിയം ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പറിലാണ് 92 എന്ന് പറയുന്നതിലാണ് യുറേനിയം എന്ന് പറയുന്ന ആ ഐഡന്റിറ്റി ഇരിക്കുന്നത്. അത് 92 എന്നുള്ളത് 91 ആയാൽ ആ എലമെന്റ് മാറും, അത് വേറെ എലമെന്റ് ആണ്. ആ ആറ്റോമിക് നമ്പർ 93 ആയാൽ ആ എലമെന്റ് മാറും, അത് വേറെ എലമെന്റ് ആണ്. നേരെ മറിച്ച് ആറ്റോമിക് വെയിറ്റ് അഥവാ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും കമ്പൈൻഡ് നമ്പർ, അതിന് വ്യത്യാസം വന്നാലും ആറ്റത്തിന്റെ ഐഡന്റിറ്റിക്ക് വ്യത്യാസം വരികയില്ല. ഇവിടെ വ്യത്യാസം വരുന്നത് ന്യൂട്രോണുകളുടെ എണ്ണത്തിനാണ്. ന്യൂട്രോണുകളുടെ എണ്ണം മാറുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വെയിറ്റ് മാറും, പക്ഷേ ആറ്റത്തിന്റെ സ്വഭാവം മാറുകയില്ല. ആറ്റത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് അതിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ആറ്റത്തിന്റെ സ്വഭാവം മാറുകയില്ല, പക്ഷേ ഐസോട്ടോപ്പ് മാറും. അപ്പം അതിന് ന്യൂക്ലിയസിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. യുറേനിയം 238 എന്ന് പറയുന്നതാണ് യുറേനിയത്തിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഐസോട്ടോപ്പ്. അപ്പോൾ ആറ്റോമിക് വെയിറ്റിൽ വ്യത്യാസം വരുന്ന സമയത്ത്
വിവിധ വെയിറ്റുള്ള ഒരേ ആറ്റത്തിൻ്റെ സ്പീഷീസുകളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 238 എന്നുള്ള ഐസോടോപ്പാണ് യുറേനിയത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് കോമൺ ഐസോടോപ്പ്. അത് അത്ര പെട്ടെന്ന് പൊട്ടുന്ന ഒരു ആറ്റമല്ല. നേരെ മറിച്ച് 235 എന്ന് പറയുന്ന ഐസോടോപ്പ് ഉണ്ട്, 233 എന്ന് പറയുന്ന ഐസോടോപ്പ് ഉണ്ട്. ഈ രണ്ട് ഐസോടോപ്പുകളും ഹൈലി അൺസ്റ്റേബിൾ ആണ്. 235 യുറേനിയം 235ഉം 233ഉം അങ്ങനത്തെ ആറ്റങ്ങൾ അത് പൊട്ടും. അതിൻ്റെ ന്യൂക്ലിയസ് പൊട്ടിപ്പോകും. പൊട്ടിക്കഴിഞ്ഞാൽ അത് രണ്ട് ചെറിയ ആറ്റങ്ങളായിട്ട് വിഭജിക്കപ്പെടും. ലെഡ്, ബിസ്മത്ത് ഇങ്ങനത്തെ ആറ്റങ്ങളൊക്കെ ആയിട്ട് മുറിഞ്ഞു പോകും. മുറിഞ്ഞ് രണ്ട് കഷ്ണമാവും. അങ്ങനെ രണ്ട് കഷ്ണമാവുന്ന സമയത്ത് ആ ആറ്റത്തിനകത്ത് നിന്ന് ചെറിയ ഒരു മാസ്, ചെറിയ ഒരു വെയിറ്റ്, ചെറിയ ഒരു തൂക്കം ഇല്ലാതാവും, കാണാതാവും. ആ കാണാതാവുന്ന തൂക്കം എനർജി ആയിട്ട് മാറും. ഈ കാണാതാവുന്ന തൂക്കത്തിനെ മാസ് ഡിഫക്റ്റ് എന്നാണ് വിളിക്കുക. അത് എനർജി ആയിട്ട് മാറുന്നത് E = mc² എന്ന ഐൻസ്റ്റീൻ ഇക്വേഷൻ വെച്ചുകൊണ്ടാണ്. E എന്ന് പറഞ്ഞാൽ എനർജി, M എന്ന് പറഞ്ഞാൽ എത്ര മാസാണോ കൺവേർട്ട് ചെയ്യപ്പെട്ടത്, അത് c² എന്നുള്ളത് പ്രകാശത്തിൻ്റെ വേഗം. പ്രകാശത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു സംഖ്യയാണ്. 3,00,000 km/h ആണ്, പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിൻ്റെ വേഗം. 3,00,000 km/s. അതിൻ്റെ സ്ക്വയർ എടുക്കണം. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോഴേക്കും എത്രയായി? മറ്റേത് 10⁻⁶ ലെവലിലാണെങ്കിൽ 10⁻12 ലെവലിലായി. അപ്പം E എന്നുള്ളത് E = mc² എന്ന് പറയുമ്പം വളരെ കുഞ്ഞു മാസമാണ് മാറ്റപ്പെടുന്നതെങ്കിലും വലിയ ഊർജം റിലീസ് ചെയ്യപ്പെടും. അങ്ങനെ കുറേ ന്യൂക്ലിയസുകൾ പൊട്ടുന്ന സമയത്ത് ഭയങ്കര ഹെവി ആയിട്ട് ഊർജ്ജം റിലീസ് ചെയ്യപ്പെടുകയും അത് നമ്മളൊരു ബോംബ് പോലെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ 3.75% മാത്രം എൻറിച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ യുറേനിയം 235ൻ്റെ പെർസെൻറ്റേജ് 3.75-ൽ താഴെയായിരിക്കുന്ന ഒരു യുറേനിയം സാമ്പിളിനകത്തുള്ള ഈ ഫിഷൻ, ആറ്റം മുറിഞ്ഞു പോകുന്ന, ആറ്റം ഇങ്ങനെ മുറിഞ്ഞ് കളിക്കുന്നത്, അത് നമുക്ക് നിയന്ത്രിക്കാവുന്ന തരത്തിലാണ്. നമുക്ക് പലതരത്തിൽ നിയന്ത്രിക്കാൻ പറ്റും. അതങ്ങനെ അനിയന്ത്രിതമായിട്ട് സംഭവിക്കില്ല. ഒരു ആറ്റം പൊട്ടുന്നു, ആ ആറ്റത്തിനകത്ത് നിന്ന് രണ്ടോ മൂന്നോ പുതിയ ആറ്റങ്ങൾ ഫോം ചെയ്യുന്നു. കൂടാതെ 2-3 ന്യൂട്രോണുകൾ അതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടും. ഈ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂട്രോണുകൾ വേറെ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിൽ, വേറെ യുറേനിയം ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനുള്ളിൽ പ്രവേശിക്കുകയും അങ്ങനെ പ്രവേശിക്കുന്ന ന്യൂട്രോൺസ് അവിടെ കുഴപ്പമുണ്ടാക്കി ആ ന്യൂക്ലിയസിനെ പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ അവിടുന്ന് വീണ്ടും 2-3 ന്യൂട്രോൺസ് റിലീസാവും. അത് വേറെ 3 ആറ്റങ്ങളിൽ പ്രവേശിക്കും. അങ്ങനെ ഇത് ചെയിൻ റിയാക്ഷനാണ്. ആദ്യത്തെ ന്യൂക്ലിയസ് പൊട്ടി 3 ന്യൂട്രോൺ വന്നു. ആ 3 ന്യൂട്രോൺ 3 ആറ്റങ്ങളിൽ പ്രവേശിച്ചാൽ 9 ന്യൂട്രോൺസ് റിലീസായി. ആ 9 ആറ്റങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ മുമ്പ് 27 വന്നു. ഇങ്ങനെ 3 ടൈംസ് ആയിട്ട് പ്രകാശത്തിൻ്റെ വേഗത്തിലാണ് ഈ റിയാക്ഷൻ സംഭവിക്കുക. അങ്ങനെയാണ് ഒരു എക്സ്പ്ലോസീവ് റിയാക്ഷൻ ഇവിടെ സെറ്റ് ഇൻ ചെയ്യുന്നത്. 3.75% വരെയുള്ള യുറേനിയം സാമ്പിളിനകത്തെ ഈ ന്യൂട്രോണുകളുടെ റിലീസ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിന് ടെക്നിക്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഹയർ ഗ്രേഡ് യുറേനിയത്തിനകത്തുള്ള എക്സ്പ്ലോഷൻ, ഈ ന്യൂട്രോണുകളുടെ റിലീസും അതുവഴി മറ്റ് ന്യൂക്ലിയസുകൾ പൊട്ടുന്നതും അതിൻ്റെ വേഗത ഒരു തരത്തിൽ നിയന്ത്രിക്കാനാവില്ല. അതാണ് ബോംബ് ഗ്രേഡ് യുറേനിയത്തിനകത്ത് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ബോംബ് എക്സ്പ്ലോഡ് ചെയ്ത് അതിഭീകരമായ ഊർജ്ജം റിലീസ് ചെയ്യപ്പെടുകയും അത് വലിയ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ഇതാണ് ന്യൂക്ലിയർ ബോംബിൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് ഈ എൻറിച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയം. ഏതാണ് ഈ എൻറിച്ച്മെൻറ്റ് എവിടെ വരെ പോകാമെന്നതിനെ സംബന്ധിച്ചുള്ള സംസാരത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. അപ്പോൾ ഇത് മനസ്സിലായാലും വിട്ടേക്ക്. കുറച്ച് സയൻസ് അതിൻ്റെ കൂടെ പറഞ്ഞുള്ള സയൻസ് എപ്പോഴും ബോറിംഗ് ആണ്. സാധാരണ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് താല്പര്യം തോന്നിക്കൊള്ളണമെന്നില്ല. എന്നാലും എന്താണ് ഈ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട തർക്കം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ തർക്കത്തിലൊരു സൊല്യൂഷൻ മിക്കവാറും കണ്ടെത്താനാണ് സാധ്യത. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവർ മനസ്സുകൊണ്ട് ഇതിനോട് 100% അവർക്ക് യോജിപ്പാണ്. പക്ഷേ ഇസ്രായേൽ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ ഡിസ്കഷൻ നീണ്ടു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേൽ മുഹമ്മദ് സിൻവാറിനെ വധിച്ച കാര്യം നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മുഹമ്മദ് സിൻവാർ എപ്പോഴും ഹോസ്റ്റേജസിനെയും കൊണ്ടാണ് സഞ്ചരിക്കാറുണ്ടായിരുന്നത്. മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്നത് യാഹ്യ സിൻവാറിൻ്റെ അനുജനാണ്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ച ആൾ. അയാൾ എപ്പോഴും അയാളുടെ കൂടെ ഹോസ്റ്റേജസിനെ കൊണ്ടാണ് നടക്കുക. അപ്പോൾ ഈ ഹോസ്റ്റേജസ് എവിടെയാണെന്നൊക്കെ ഇസ്രായേലിന് അറിയാത്തത് കൊണ്ടല്ല ഇസ്രായേൽ പിടിക്കാത്തത്. ആ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ ഇസ്രായേൽ എപ്പോൾ ശ്രമിച്ചാലും ആ നിമിഷം ആ ഹോസ്റ്റേജസിനെ അവർ കൊല്ലും. അപ്പോൾ അത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇസ്രായേൽ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ നിൽക്കാത്തത്. അപ്പോൾ ഇവരുടെ നേതാക്കന്മാരുടെ ചുറ്റും ഹോസ്റ്റേജസിനെ വെച്ചുകൊണ്ടാണ് ഇവരെപ്പോഴും യാത്ര ചെയ്യാറ്. ഈ മുഹമ്മദ് സിൻവാർ എപ്പോഴും ഹോസ്റ്റേജസിനെ കൂടെ കൊണ്ടു നടത്തി ഹോസ്റ്റേജസിനെ വട്ടം നിർത്തിക്കൊണ്ടാണ് മുഹമ്മദ് സിൻവാർ പോയിരുന്നത്. പക്ഷേ അന്ന് ആ പർട്ടിക്കുലർ ദിവസം മുഹമ്മദ് സിൻവാറിനെ ഈ മാസത്തിൻ്റെ ആദ്യത്തിലാണ് അദ്ദേഹത്തെ വധിച്ചത്. അന്ന് എന്തോ കാരണത്താൽ അദ്ദേഹം ഖാൻ യൂനീസിൽ ഹോസ്റ്റേജസ് ഇല്ലാതെ വന്നു.
അങ്ങനെ ഹോസ്റ്റേജസ് ഇല്ലാതെ വന്നു എന്ന അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അദ്ദേഹത്തെ ബങ്കറിൽ വെച്ച് ആക്രമിച്ചത്. ഖാൻ യൂനിസിലുള്ള അവിടുത്തെ ലോക്കൽ കമാൻഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ആണ് അവിടെ നടത്തിയത്. 20 നേതാക്കന്മാർ അന്ന് വധിക്കപ്പെട്ടതായിട്ടാണ് അറിവ്. ഇയാളുടെ കൂടെ, മുഹമ്മദ് സിൻവാറിന്റെ കൂടെ 20 നേതാക്കന്മാർ കൂടി അന്ന് ബങ്കറിൽ വെച്ച് വധിക്കപ്പെട്ടു. അന്ന് ബങ്കർ ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. അതിനുശേഷം അവർ ബോംബിംഗ് അവിടെ കണ്ടിന്യൂ ചെയ്തു. കാരണം ഇയാൾക്ക് മെഡിക്കൽ എയ്ഡ് കിട്ടാതിരിക്കാൻ വേണ്ടി, ആ ബങ്കർ ഇനി പൊളിച്ച് ഇയാളുടെ ശരീരം പുറത്തെടുത്തുകൊണ്ട് പോയി ഇയാളെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താതിരിക്കാൻ വേണ്ടി അവർ ഒരു ദിവസത്തേക്ക് അവിടെ ബോംബിംഗ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇയാളുടെ ബോഡി അവർക്ക് അവിടെ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിച്ചതും. സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആ ബോഡി വേറൊരു ടണലിൽ കൊണ്ടുപോയിട്ട് താൽക്കാലികമായിട്ട് അടക്കം ചെയ്തിരിക്കുകയാണ്. പിന്നീട് അത് അയാൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഖബറിലേക്ക് നീക്കത്തക്ക സൗകര്യത്തിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് അത് അടക്കം ചെയ്തു എന്നാണ് സൗദി അറേബ്യയിലെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം വധിക്കപ്പെട്ട കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ അനുജനായിട്ടുള്ള സക്കറിയ സിൻവാറും കൂടി വധിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിന് വ്യക്തതയില്ല. ഇതും സൗദി അറേബ്യൻ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തതാണ്. ചില പത്രങ്ങൾ പറയുന്നു ഇയാൾക്ക് വളരെ ഭീകരമായി പരിക്ക് പറ്റിയിട്ടുള്ളൂ. ചില ന്യൂസ് പേപ്പറുകൾ പറഞ്ഞു ഇയാൾ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ യാഹ്യ സിൻവാറിന്റെയും മുഹമ്മദ് സിൻവാറിന്റെയും അനുജനായിട്ടുള്ള സഖാരിയ സിൻവാർ അയാളൊരു അറബി അധ്യാപകനാണ്. ഈ ഗസായിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹം ഇനി ഒരുപക്ഷെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലവനായിട്ട് വരേണ്ട ആളായിരുന്നിരിക്കാം. എന്തായാലും അദ്ദേഹവും വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഹമാസിന്റെ ലീഡേഴ്സിനെ ഓരോരുത്തരെയായിട്ട് വകവരുത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മുഹമ്മദ് സിൻവാറിനെ, യാഹ്യ സിൻവാറിനെ വധിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ഡൈഫ് എന്ന് പറയുന്ന ആളായിരുന്നു ആദ്യം ഇതിന്റെ നേതാവ്. അപ്പോൾ മുഹമ്മദ് ഡൈഫിനെ കൊന്നു. അപ്പോൾ യാഹ്യ സിൻവാർ ആ സ്ഥാനം ഏറ്റെടുത്തു. യാഹ്യ സിൻവാറിനെ കൊന്നു. അപ്പോൾ മുഹമ്മദ് സിൻവാർ ആ സ്ഥാനം ഏറ്റെടുത്തു. അപ്പോൾ മുഹമ്മദ് സിൻവാറിനെ കൊന്നു. അപ്പോൾ ഈ ഹമാസിന്റെ തലപ്പത്തുള്ള ആളുകൾ എല്ലാം തന്നെ വധിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇവർ ഹോസ്റ്റേഴ്സിനെ തരുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉത്തരവും ഇതിനകത്ത് നമുക്ക് ലഭിക്കും. കാരണം ഈ ഹോസ്റ്റേഴ്സിനെ ചുറ്റും നിർത്തിക്കൊണ്ടാണ് ഹമാസിന്റെ ലീഡേഴ്സ് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൺകണ്ടീഷണലായിട്ട് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രൊട്ടക്ഷൻ കൂടിയാണ് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ ഹോസ്റ്റേജ് റിലീസുമായി ഇത് ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും സ്വാഭാവികത ചിന്തിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും ഇസ്രായേൽ ഈ ആക്രമണം ഇപ്പോൾ നിർത്തുന്നതാണ് നല്ലത് എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇസ്രായേലിനെ കമ്പയർ ചെയ്യുന്നത്. കാരണം ഇനഫ് ഈസ് ഇനഫ്. ഒരുപാട് സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല 20 ലക്ഷം മനുഷ്യരുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ മുഴുവൻ പെറുക്കിയെടുത്ത് കൊന്നിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത് പോഷത്തരമാണ്. കാരണം ഈ 20 ലക്ഷം ആളുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസ് ഭീകരരെ മുഴുവൻ കിട്ടണം 20 ലക്ഷം പേരെയും കൊല്ലണം. കാരണം ഇവർക്ക് പ്രൊട്ടക്ഷനായിട്ട് കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും നിർത്തിക്കൊണ്ട് ഇവർ ജനത്തിനിടയിൽ ഒളിച്ചിരിക്കുകയാണ്. ഈ ഒളിച്ചിരിക്കുന്ന ആളുകളെ അത്തരത്തിൽ പിടിച്ചെടുത്തിട്ട് ഈ പ്രശ്നം തീർക്കാനാവില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ ഡിസിസീവ് ആയിട്ടുള്ള വിക്ടറികൾ ഇസ്രായേൽ നേടിക്കഴിഞ്ഞു. ഇവരുടെ ഹമാസിന്റെ നേതൃത്വ നിരയെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ സാധിച്ചു. ഈ യുദ്ധത്തിനിടയിലൂടെ ഹിസ്ബുള്ളയെ തീർക്കാൻ സാധിച്ചു. ഇറാനെ വല്ലാതെ ട്രിം ചെയ്ത് കളയാൻ സാധിച്ചു. ഇറാന്റെ ഉള്ളിൽ കയറി ആക്രമിച്ച് ഇസ്രായേലിന്റെ മിസൈൽ കേപ്പബിലിറ്റിയും മിസൈൽ മാനുഫാക്ചറിങ് കേപ്പബിലിറ്റിയും നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വൻ നേട്ടങ്ങൾ ഈ യുദ്ധത്തിൽ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ പ്രഷർ ഇവർക്ക് താങ്ങാൻ കഴിയില്ല. കാരണം മുഴുവൻ മനുഷ്യരും ഇപ്പോൾ ഗാസയിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ നേരെയാണ് എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധയുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വളരെ ഒരു ജീവൻ മരണ പ്രശ്നമാണെങ്കിൽ പോലും പുറമെ നിന്ന് കാണുന്നവരെ സംബന്ധിച്ച് ഇത് മതിയാക്കാനുള്ള സമയമായി എന്നുള്ള ചിന്ത വലിയ തോതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിന് മേലെ വളരെ വലിയ ഡിപ്ലോമാറ്റിക് പ്രഷർ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെ തീരും എന്നുള്ളത് ഈ ദിവസങ്ങൾ കാണാം. ഇസ്രായേലിൻ്റെ ഉള്ളിലും ഇതിനെ സംബന്ധിച്ച് കാര്യമായ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷേ ഫാർ റൈറ്റ് വിങ് എന്ന് പറയുന്ന നെതന്യാഹു ഒക്കെ അടങ്ങുന്ന ഫാർ റൈറ്റ് വിങ്ങിൻ്റെ ചിന്ത എന്ന് പറയുന്നത് അവസാനത്തെ ഹമാസ് ഭീകരനെ കൊന്നു തീർക്കുന്നത് വരെ യുദ്ധം നിർത്താനാവില്ല എന്നൊരു നിലപാടാണ് അവരുടെ ഭാഗത്തുള്ളത്. ബട്ട് ഇന്റർനാഷണൽ പ്രഷർ ഈസ് മൗണ്ടിങ്. യൂറോപ്പിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനോട് നിർത്തൂ എന്ന് പറയുന്നുണ്ട്. ഈ അറബ് രാജ്യങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാത്തതിനെ സംബന്ധിച്ച് ഇന്നലെ ഹൂതികളുടെ നേതാവായിട്ടുള്ള അബ്ദുൽ മാലിക് അൽ ഹൂതി അറബ് രാജ്യങ്ങളെ വാൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറബ് രാജ്യങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഈ വിഷയത്തിൽ പെരുമാറുന്നത്. കാരണം അവർ അബ്രാഹാം അക്കോർഡിലേക്കും ഒക്കെ പ്രവേശിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അമേരിക്കയുമായിട്ട് വലിയ പാക്റ്റിൽ എത്തി നിൽക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ ഉള്ള സമയത്ത് തന്നെയാണ് ട്രംപ് ഇസ്രായേലിനെതിരെ യുദ്ധം നിർത്തണമെന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടത്. വാസ്തവത്തിൽ ആ ആവശ്യപ്പെടൽ ഒരുപക്ഷെ അത് ട്രംപിന്റെ ഒരു ഡിപ്ലോമാറ്റിക് ടാക്ടിക്സ് ആവാൻ സാധ്യതയുണ്ട്. കാരണം അറബ് രാജ്യങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചാൽ അത് ഈ വരാൻ പോകുന്ന അബ്രഹാം അക്കോർഡിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കുന്നതിനെ സംബന്ധിച്ചൊരു കല്ലുകടിയാവും.
അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള അകൽച്ച കഴിയുന്നത്ര മിനിമം ആക്കി നിർത്താൻ ശ്രമിക്കണം എന്നുള്ളത് ട്രംപിൻ്റെ ഒരു താല്പര്യമായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ട്രംപ് ഈ ഇസ്രായേലിനെ ഈ യുദ്ധം നിങ്ങൾ നിർത്തൂ എന്ന് പറയാനുള്ള ഒരു കാരണം ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചതാവാം. അപ്പം ട്രംപ് പറയുമ്പോൾ കുഴപ്പമില്ല, കാരണം അവരുടെ അടുത്ത സുഹൃത്തുക്കളാണ്, അവർക്ക് തമ്മിൽ അങ്ങനെ സംസാരിക്കാം, അത് പ്രശ്നമില്ല. അറബ് രാജ്യങ്ങൾ പറയുമ്പം അതിൻ്റെ ടോൺ വ്യത്യാസം. അറബ് രാജ്യങ്ങൾ പറയാൻ നിശ്ചയമായി ഇസ്രായേൽ പറയും പോയി പണി നോക്കണമെന്ന് പറയും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങളോടുള്ള അവരുടെ നിലപാടതാണ്. അപ്പോൾ അവർ അറബ് രാജ്യങ്ങൾ അവരെ വാൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ ഒരു തരത്തിൽ അത് അവരുടെ വാനിറ്റിയുടെ വിഷയമാണ്, അവർ റിയാക്ട് ചെയ്യുന്നത് വളരെ ഹാർഷായിട്ടായിരിക്കും. നേരെ മറിച്ച് അമേരിക്ക പറയുന്നെങ്കിൽ അവർ അത്തരത്തിൽ റിയാക്ട് ചെയ്യല, കുറച്ചുകൂടെ കൂടുതൽ ഗാസയിൽ ആക്രമണം നടത്തി ഒരുപക്ഷെ റിയാക്ട് ചെയ്തേക്കാം. പക്ഷേ വെർബൽ റിയാക്ഷൻ ഒരു ഭാഗത്തും ഒരു കാരണവശാലും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാവില്ല. അപ്പോൾ ഒരുപക്ഷെ ഒരു ടാക്ടിക്കൽ മൂവ്മെന്റ് ആയിരുന്നിരിക്കാം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു ടാക്ടിക്കൽ മൂവ്മെന്റ് ആയിരുന്നിരിക്കാം. അതായത് അറബ് രാജ്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കേണ്ട, ഞങ്ങൾ പ്രതികരിച്ചോളാം. ഓക്കെ, അറബ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ശക്തിയുണ്ട് ട്രംപിന്റെ പ്രതികരണത്തിന്. കാരണം ട്രംപ് അത്രത്തോളം വലിയ ഒരു വലിയ ഫ്രണ്ടാണ് അമേരിക്കയെ സംബന്ധിച്ച്, വലിയ ഫ്രണ്ട്, വലിപ്പം കൂടിയ ഫ്രണ്ടാണ്. അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ പ്രതികരണത്തിന് വെയിറ്റ് കൂടണം. അറബ് രാജ്യങ്ങൾ പ്രതികരിച്ചാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്നുള്ളതും ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്.